ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 5 പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ പാഠത്തിൽ മുദാഫിലെയാണ് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട അധ്യായമാണിത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഏതൊരു അധ്യായം തുടങ്ങുമ്പോഴും അത് പ്രയാസമാണ്. പക്ഷേ പിന്നെ ആവർത്തിച്ച് കുറേ ഉദാഹരണങ്ങൾ പഠിച്ച് അതിലെ എക്സസൈസസും ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് നമുക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര പ്രയാസമുള്ള പാഠമാകട്ടെ, കുറച്ച് പ്രയാസം കുറഞ്ഞ പാഠമാകട്ടെ, രണ്ടായാലും അധ്യായം തുടങ്ങുമ്പം നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അത് ആവർത്തിച്ച് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കുറേ ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ പിന്നെ എക്സസൈസും ചെയ്യുമ്പോൾ അതെന്തായി, എളുപ്പമായി അൽഹംദുലില്ലാ. അപ്പോൾ ഇത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അറബി ഭാഷ പഠിക്കാൻ എളുപ്പമാണ്, ഓരോ അധ്യായത്തിൻ്റെയും തുടങ്ങുമ്പോൾ പ്രയാസകരമാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് മുദാഫിലെയാണ്. കുറച്ച് പ്രയാസമുള്ളതാണ്, പക്ഷേ ഇൻഷാ അല്ലാഹ് ക്ലിയർ ആവും. മുദാഫിലെ എന്ന് പറഞ്ഞാൽ 2 ഇസ്മുകൾ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് മലയാളത്തിൽ ഇൻ്റെ അല്ലെങ്കിൽ ഉടെ എന്ന് അർത്ഥം വരുന്ന 2 പദങ്ങൾ അടുത്ത് വരുമ്പോൾ അങ്ങനെ അർത്ഥം വരുമല്ലോ, അതിനാണ് മുദാഫിലെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഇസ്മുണ്ടാവും, ആ ഇസ്മിന് പിറകെ വരുന്ന വേറൊരു ഇസ്മുണ്ടാവും. അപ്പോൾ ഈ 2 ഇസ്മുകളും ഒരുമിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ഇടയിലൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഇസ്മ കഴിഞ്ഞാൽ തൊട്ടിപ്പുറം മറ്റൊരു ഇസ്മ. എന്നിട്ട് അർത്ഥം എന്താ വരിക, ഇൻ്റെ അല്ലെങ്കിൽ ഉടെ. ഉദാഹരണമായിട്ട് കിതാബു ബിലാലിൻ. അപ്പോൾ എന്താ അർത്ഥം, ബിലാലിൻ്റെ പുസ്തകം അല്ലേ, ബിലാലിൻ്റെ പുസ്തകം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഘടന വരുമ്പോൾ ബിലാലിൻ്റെ പുസ്തകം ഇൻ്റേന്ന് വരും. അപ്പോൾ എന്താ, ഒരു ഉടമസ്ഥനുണ്ടാവും ബിലാൽ, ആ ഉടമസ്ഥപ്പെട്ട വസ്തു ഉണ്ടാവും പുസ്തകം അല്ലേ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ആരത് പുസ്തകമാണ്, ബിലാലിൻ്റെ പുസ്തകം. അപ്പോൾ ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് അർത്ഥം വരാൻ, ഇൻ്റേന്ന് അർത്ഥം വരാൻ, ബിലാലിൻ്റെ പുസ്തകം, അതാണ് മുദാഫിലെ. അപ്പോൾ ഇതിനകത്ത് മുദാഫ് ഏതാ, പുസ്തകം. കിതാബാണ് മുദാഫ്. അപ്പോൾ മുദാഫ് എങ്ങനെയും കൂടി പറയാം, പിറകെ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യത്തെ നാമം അല്ലേ. കിതാബാണ് ആദ്യത്തെ നാമം, ഇതിൻ്റെ പിറകെ വരുന്ന ഒരു നാമമുണ്ട്, ഇസ്മുണ്ട്, ആ ഇസ്മിലേക്ക് ചേർക്കപ്പെട്ടതാണ്, എന്നിട്ടാണ് ഇൻ്റെ എന്നുള്ള അർത്ഥം കിട്ടുന്നത്. അപ്പോൾ ആ പിറകെ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യത്തെ നാമം കിതാബാണ് ഇവിടെ മുദാഫ്. ബിലാലാണ് മുദാഫുൻ ഇലൈഹി, അതാണ് പിറകെ വരുന്ന നാമം അല്ലേ. കിതാബു ബിലാലാണ് പിറകെ വന്നത്, കിതാബാണ് ആ പിറകെ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യത്തെ നാമം. അപ്പോൾ ഇതാണ് മുദാഫിലെ. അപ്പോൾ ബിലാലിൻ്റെ പുസ്തകം ഇൻ്റേന്ന് വന്നു. അതേപോലെ ഉടെ എന്നുള്ള അർത്ഥം കിട്ടാനോ, മക്തബുൽ മുദർരിസി, ടീച്ചറുടെ മേശ ഉണ്ട്, ഉടെ. അപ്പോൾ രണ്ടും അർത്ഥം ഒന്ന് തന്നെ, പക്ഷേ 2 രീതിയിലാണ് മലയാളത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടീച്ചർ എന്താ, ഉടമസ്ഥ. മേശ എന്താ, ഉടമസ്ഥപ്പെട്ട വസ്തു. അപ്പോൾ ആ ഉടമസ്ഥപ്പെട്ട വസ്തുവാണ് മുദാഫ്, അതാണ് പിറകെ വരുന്ന നാമത്തിലേക്ക് ചേർക്കപ്പെട്ട ആദ്യത്തെ നാമം അല്ലേ, മക്തബു, അതാണ് ആദ്യത്തെ നാമം. ടീച്ചർ എന്താ, മുദാഫിലെ, അത് പിറകെ വരുന്ന നാമം. അപ്പോൾ ആദ്യത്തെ നാമം മുദാഫും പിറകെ രണ്ടാമത്തെ അതിന് തൊട്ട് അടുത്ത് വരുന്ന നാമം മുദാഫിലെയും, ഇൻ്റെ അല്ലെങ്കിൽ മലയാളത്തിൽ ഉടെ എന്നുള്ള അർത്ഥം കിട്ടാൻ. ഓക്കെ, മക്തബുൽ മുദർരിസി, ടീച്ചറുടെ മേശ. ഇതിന് അൽ ഇദാഫത്ത് എന്നും പറയും, ചേർക്കപ്പെടുക, അൽ ഇദാഫത്ത്.
ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുലാഫും വ മുലാഫുൻ ഇലൈഹി ജുംലത്തുൽ ഇസ്മിയ അല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണം. മുഹമ്മദിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അതെന്തല്ല, ജുംലത്തുൽ ഇസ്മിയ അല്ല. ഓക്കെ, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ടാകണം, മുബത്തദി ഉണ്ടാകണം, ഖബറും ഉണ്ടാകണം. അപ്പോൾ മുബത്തദി ഖബറും ഉണ്ടെങ്കിൽ എന്താവുള്ളൂ, ജുംലത്തുൽ ഇസ്മിയ ആവുള്ളൂ. ഇനി മുലാഫിൽ വന്നാൽ ഒരു ജുംലയിൽ വരാം, ജുംല ഇസ്മിയിൽ വരാം. ഓക്കെ, അങ്ങനെ ജുംല ഇസ്മിയിൽ വന്നാൽ മുലാഫ് എന്താകാം, മുബ്തദൻ്റെ സ്ഥാനത്ത് വരാം. അതേപോലെ മുലാഫ് എന്താകാം, ഖബറിൻ്റെ സ്ഥാനത്തും വരാം. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ, ഉദാഹരണത്തിലേക്ക് പോകുമ്പോൾ പഠിക്കും. അങ്ങനെ മുബ്തദയും ഖബറും വന്നു കഴിഞ്ഞാൽ ചില അവസരത്തിൽ മുലാഫ് എന്താവും, മുബ്തദയാവും. ചില സെൻറ്റൻസുകളിൽ, ചില ജുംലകളിൽ, ചില വാക്യങ്ങളിൽ മുലാഫ് എന്താവും, ഖബറാവും. അങ്ങനെ മുബ്തദ കിട്ടിയാൽ പിന്നെ ഒരു ഖബർ ഉണ്ടാവും, ഖബർ കിട്ടിയാൽ അതിനൊരു മുബ്തദയും ഉണ്ടാവും. അങ്ങനെ മുബ്തദയും ഖബറും വന്നാൽ എന്താവുള്ളൂ, ജുംല ഇസ്മിയാവുള്ളൂ. മുലാഫിലെ എന്തല്ല, ജുംല ഇസ്മിയ അല്ല. ബാറക്കല്ലാഹു ഫീക്കും.